ഹായ്, വിജിലൻസ് ഓഫീസർ സൂരജിന് വന്ന ആ കൊറിയർ തുറക്കാൻ പോവാണ്. വീഡിയോ എടുത്തോളാൻ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട്. അത് തുറന്നു വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് വാഴയിലയിൽ പൊതിഞ്ഞു വെച്ച രീതിയിലുള്ള ഉണക്കമീനാണ്. എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. മീനുവിന് മാത്രം ചിരിയാണ്. സുമതി അത് കണ്ട് എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ട്. സൂരജ് ചോദിക്കും, ഇതാണോ ഞാൻ കൈക്കൂലിയായിട്ട് മേടിച്ച സാധനം? എന്നെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ കഴിഞ്ഞു. അതിൽ കവിഞ്ഞ നിങ്ങൾക്ക് എന്താ ഇതുകൊണ്ട് നേട്ടം ഉണ്ടായത്? ഇതിന്റെ പിന്നാലെ ഞാൻ കോടതിയിൽ പോയി ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താ സാറുമാരൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും. സോറി സാർ, തെറ്റായ ഇൻഫർമേഷന്റെ പുറത്ത് നടന്ന റെയ്ഡാന്ന് ഇപ്പോഴാ മനസ്സിലായത്. സാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പം തന്നെ ഞങ്ങൾ പരമാവധി എതിർത്തതാണ്. കാരണം സാർ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പരാതി തന്നവര് അതിൽ ഉറച്ചു നിന്നോണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തേണ്ടി വന്നത്. ഞങ്ങൾ കാരണം സാറിനും കുടുംബത്തിനുണ്ടായ അപമാനത്തിന് ഞങ്ങൾ സോറി പറയുന്നു. സൂരജ് പറയും, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, അത്രേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എന്നാൽ ശരി സാർ, ഞങ്ങൾ പൊക്കോട്ടെ. സൂരജ് അനുവാദം കൊടുത്തുമ്പോൾ അവര് പോകും. എന്നാലും ഇത്ര സത്യസന്ധനായ നിനക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആരായിരിക്കും ധൈര്യം കാണിച്ചത്? അമ്മമ്മ ചോദിക്കുമ്പോൾ മീനു പറയുന്നുണ്ട്, സാറിന് ശത്രുക്കൾ ഒരുപാട് പേരുണ്ടല്ലോ, അതിലാരെങ്കിലും ആയിരിക്കും. സൂരജ് പറയും, പരാതി കൊടുത്ത ആരെങ്കിലും ആവട്ടെ, ചെയ്യാത്ത കുറ്റം എന്റെ മേലെ ആരോപിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴെങ്കിലും എല്ലാവരും അറിഞ്ഞല്ലോ. അതും പറഞ്ഞ് അവൻ നോക്കുന്നത് മീനുവിനെയാണ്. സൂരജ് അകത്ത് കയറി വാതിലടയ്ക്കും. സുമതി പറയുന്നുണ്ട്, എന്നാലും ആ കവറിനകത്ത് പണത്തിന് പകരം ഉണക്കമീൻ എങ്ങനെ വന്നു? ആ മാജിക്കാണ് പിടികിട്ടാത്തത്. അമ്മാമ്മ ചോദിക്കും, ആ കവറിനകത്ത് പണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാം? മീനു ചോദിക്കും, സാറിന് വന്ന ആ കവറ് സുമതി ആന്റി തുറന്നു നോക്കിയല്ലേ? അവര് നിന്ന് പതറുമ്പോ അമ്മമ്മ പറയും, സത്യം പറയണം, എന്താ ഉണ്ടായത്? സുമതി പറയും, എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ആ കവർ കിട്ടിയപ്പം അതിനകത്ത് എന്താണെന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഞാനൊന്ന് തുറന്നു നോക്കി. അന്നേരം 500ന്റെ കുറെ നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നത്. സൂരജ് ആർക്കെങ്കിലും കടം കൊടുത്തത് അവര് തിരികെ കൊറിയർ അയച്ചു എന്നാ വിചാരിച്ചത്. അതുകൊണ്ടാ ഞാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത്. ചിന്താമണി പറയും, എന്നാലും ആ കവറിലുണ്ടായിരുന്ന പണം മാറിയിട്ട് അവിടെ എങ്ങനെ ഉണക്കമീൻ വന്നു? സത്യം പറ, നീയാണോ ആ കാശ് അടിച്ചു മാറ്റി പകരം ഉണക്കമീൻ വെച്ചത്? സുമതി പറയും, എന്റെ അമ്മായിയമ്മയാണ് സത്യം. ആ കാശ് ഞാൻ എടുത്തിട്ടില്ല, പകരം അതിൽ ഉണക്കമീൻ വെച്ചിട്ടുമില്ല. അമ്മാമ്മ പറയും, എന്റെ പേര് പറഞ്ഞ് നീ കള്ളസത്യം ചെയ്യണ്ട, എന്നിട്ട് വേണം എന്റെ തല പൊട്ടിത്തെറിക്കാൻ. സുമതി പറയും, സത്യമായിട്ടും ആ പണം ഞാൻ എടുത്തിട്ടില്ല, സത്യ മോളെ. ഈ സമയം മീനു ഒരു ചിരിയോടെ ചിന്തിക്കും. കുറെ നേരം മുന്നേ അവള് ചിന്താമണിന്ന് വിളിച്ച് കറിയും കൊണ്ട് വരുന്നുണ്ട്. ചിന്താമണിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും കാണുന്നില്ല. കറി മേശപ്പുറത്ത് വെച്ചിട്ട് അവള് ചിന്തിക്കും, സൂരജ് സാറിന് വന്ന ആ കൊറിയർ എന്തായിരിക്കും? എന്തേലും ഒരു ചതി അതിൽ കാണും, അതെങ്ങനെയും കണ്ടെത്തണം എന്നും പറഞ്ഞ് സൂരജിന്റെ റൂമിൽ കയറി എല്ലായിടത്തും ഒന്ന് തപ്പും. തപ്പി വരുമ്പോഴത്തേക്കും അവൾക്ക് ആ കൊറിയർ കിട്ടുന്നുണ്ട്. അവൾ അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കുറെ നോട്ടുകെട്ടുകളാണ്. മീനു വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഇത് സൂരജ് സാറിനുള്ള പണിയാണല്ലോ, വിജിലൻസുകാര് മാർക്ക് ചെയ്ത കറൻസി. മീനു വേഗം തന്നെ ആ നോട്ടുകെട്ടുകൾ എടുത്ത് അവളുടെ പോക്കറ്റിലിടും. ആ കവർ തിരികെ അലമാരിയിലും വെക്കും. മീനു അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് മീനു ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി തിരികെ വന്ന് ഇലയിൽ പൊതിഞ്ഞു വന്ന ഉണക്കമീൻ ആ കവറിൽ വെച്ച് അത് തിരികെ അതുപോലെ തന്നെ മടക്കിയെടുത്ത് അലമാരയിൽ വെക്കുന്നുണ്ട്. മീനു ഇതെല്ലാം ഓർത്ത് ചിരിയോടെ നിൽക്കും. ഈ സമയം അമ്മാമ്മയും ചിന്താമണിയും സുമതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആ പണം ഇതെവിടെ പോയി? നമ്മൾ ആരും അത് എടുത്തിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ കയറി അത് ആര് കൊണ്ടുപോകാനാ? ആ സമയം ചിന്താമണി പറഞ്ഞിട്ടാന്നും പറഞ്ഞ് കറിയും കൊണ്ട് ഇവിടെ വന്നത് മീനുവാ. ആ പണം എടുത്തത് നീയാണോ? മീനു ഒന്നും മിണ്ടാ നിൽക്കുമ്പോൾ അമ്മാമ്മ പറയും, വന്ന കൊറിയർ പൊട്ടിച്ചു നോക്കിയത് നീയല്ലേ? എന്നിട്ട് അതിൽ നിന്ന് നോട്ടുകെട്ടുകൾ എടുത്തിട്ട് ആ കുറ്റം മീനുന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. മിണ്ടായിരുന്നോണം നീ. മീനു പറയും, ഇനി അതിന്റെ പേര് ഒരു തർക്കം വേണ്ട. ചിന്താമണി ചോദിക്കും, എന്നാലും ആ പണം ആവിയായി പോയോ? മീനു പറയും, സൂരജ് സാറ് തന്നെ അതെടുത്ത് മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ അവരുടെ മുന്നില് അത്രയും ധൈര്യത്തോടെ സാറ് നിന്നത്. എന്നാലും അതിൽ ഉണക്കമീൻ എങ്ങനെയാ വന്നത്? ചിന്താമണി വീണ്ടും പറയുന്നുണ്ട്. മീനു പറയും, അതൊക്കെ വിട്, ഇനി നിങ്ങളും കൂടെ സൂരജ് സാറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ വീട്ടില് ഇതൊക്കെ പതിവാ, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതും പറഞ്ഞ് മീനു പോകും. പിന്നീട് കാണിക്കുന്നത് വിജിലൻസ് ഓഫീസിൽ നിരുപമേ സുപ്രിയ വന്നിട്ടുണ്ട്. അവരോട് ആ ഓഫീസർ ചൂടാവും. നിങ്ങളെന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കിയോ? ആ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറെ പറ്റി നിങ്ങൾ വന്ന് പറഞ്ഞ കഥ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കളിപ്പിക്കുമായിരുന്നല്ലേ? നിരുപമേ സുപ്രിയയും കൂടെ പറയും, സാറ് അയാളെ അത്ര വെള്ളപൂശ നോക്കൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി പണം വാങ്ങിയതാ, അത് പിന്നെ ആവിയായി പോയത് എങ്ങനെയാ? നിങ്ങൾ എവിടെ വെച്ചാണ് അയാൾക്ക് പണം കൊടുത്തത്? ആ പണം സൂരജിന് നേരിട്ട് കൊടുത്തത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ സുപ്രിയയ്ക്കും നിരുപമയ്ക്കും പറയാൻ ഉത്തരവൊന്നുമില്ല. അയാൾ പറയും, എനിക്കുണ്ടാവില്ല, കാരണം സൂരജ് കെ മേനോൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പണം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ അതിന് തെളിവുമില്ല, അതല്ലേ സത്യം? ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അയാൾ ഇല്ലാത്ത സമയം ഞങ്ങൾ മാർക്ക് ചെയ്ത നോട്ടുകെട്ടുകൾ അയാളുടെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് വിജിലൻസിനെ കൊണ്ട് റെയ്ഡ് നടത്തിച്ചു.
സൂരജിനെ പെടുത്തുകയല്ലായിരുന്നോ നിങ്ങളുടെ പ്ലാൻ? സുപ്രിയ പറയും, സാർ ഒരബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണം. അയാൾ ചോദിക്കും, അബദ്ധമോ? നിങ്ങളെ വിശ്വസിച്ച് സൂരജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? ഈ സമൂഹത്തിന് മുമ്പിൽ അയാൾക്കുണ്ടാകുന്ന അപമാനത്തിന് ആര് സമാധാനം പറയുമായിരുന്നു? ഒരു നിരപരാധിയെ ശിക്ഷിച്ചതിന്റെ പേരിൽ നിയമത്തിന് മുമ്പിൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരില്ലായിരുന്നോ? ആ സൂരജ് കെ മേനോന്റെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങി രണ്ടിനെയും പിടിച്ച് അകത്തിടുക വേണ്ടത്. സമൂഹത്തിൽ നിലയും വിലയുള്ള ശിവരഞ്ജിനി മേഡത്തിന്റെ മകളായതുകൊണ്ട് മാത്രം ഇത്തവണ ഞങ്ങൾ വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ സമയം അയാൾക്കൊരു കോള് വരും. അത് അറ്റൻഡ് ചെയ്ത് അയാൾ പുറത്തേക്ക് പോകുമ്പോൾ സുപ്രിയ നിരുപമയോട് പറയുന്നുണ്ട്, അയാൾ പറയുന്ന കേട്ട് നീ വിഷമിക്കണ്ട, എന്തോ എവിടെയോ ചെറിയൊരു പാളിച്ച. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സൂരജ് ഇപ്പൊ അകത്തായേനെ. പക്ഷേ അങ്ങനെ ഒരു പാളിച്ച എങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. നിരുപമയെ സംശയത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് സൂരജ് മീനൂസ് കിച്ചണിൽ വന്ന് എന്തൊക്കെയോ നോക്കുന്നതാണ്. ആ സമയം മീനു അങ്ങോട്ട് വരും. സൂരജ് ചോദിക്കും, എന്താ ഇവിടെ ഒരു ഉണക്കമീന്റെ സ്മെല്ല്? മീനു പറയും, ഞങ്ങൾ ഇവിടെ നോൺ വെജ് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, പിന്നെയല്ലേ ഉണക്കമീൻ. സൂരജ് പറയും, അല്ല, എനിക്ക് കൃത്യമായിട്ടുള്ള മണം കിട്ടുന്നുണ്ട്. മീനു പറയും, എനിക്ക് ഞാനൊരു സത്യം പറയാം സാർ, ഇവിടെ ഈ കാണുന്ന ചെടികൾക്കെല്ലാം കഴിഞ്ഞ ദിവസം മീൻ വള ഇട്ടിരുന്നു, അതിന്റെ ഈ വരുന്ന സ്മെല്ല്. വെറുതെ നോണയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഉണക്കമീൻ തന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം സത്യസന്ധമായി ചോദിക്കട്ടെ സാർ, സാറിന് ആരെങ്കിലും ഉണക്കമീൻ കൈവശം തന്നോ? അല്ല, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഉണക്കമീൻ ഉണക്കമീൻ എന്ന് പറയുന്നോണ്ട് ചോദിച്ചതാ. സൂരജ് പറയും, ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത് ഉണക്കമീനുകൾക്കാ. അതുകൊണ്ട് ഉണക്കമീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിനക്കെതിരെ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. മീനു മനസ്സിൽ ചിന്തിക്കും, ഇന്നാ കാശെടുത്ത് ഞാൻ മാറ്റിയില്ലായിരുന്നെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് വീട്ടുകാരോട് നടപടി എടുക്കുന്ന ഒരാളായിട്ട് സൂരജ് സാർ മാറിയേനെ. ഉണക്കമീൻ രക്ഷിച്ചു. മീനു അതോർത്ത് ചിരിക്കുമ്പോൾ സൂരജ് പറയും, നിന്റെ ചിരിയുടെ പിന്നിലെ ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കയറിയപ്പം നീ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ ഏത് വഴിക്കാ പണി വരുന്നതെന്ന് അറിയില്ലാന്ന്. നീ ആ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായത് വിജിലൻസുകാർ റെയ്ഡിന് വന്നപ്പോഴാ. ആ റെയ്ഡിന് പിന്നിൽ കളിച്ചത് നീയാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ആദ്യം എന്നെ സ്ഥലം മാറ്റാൻ ശ്രമിച്ചു, പിന്നെ അത് ചീറ്റിപ്പോയി, പിന്നെ വിജിലൻസിനെ ഇറക്കി കളിച്ചു, അത് നനഞ്ഞ പടക്കായി. ഇനി എന്താ അടുത്ത പ്ലാൻ? അല്ല, നേരത്തെ പറഞ്ഞ ഒരു തവണയെങ്കിലും ഞാൻ തോറ്റു തരാം, ഒരിക്കലെങ്കിലും എന്നെ തോപ്പിച്ചല്ലോ എന്നോർത്ത് നിനക്ക് സമാധാനിക്കാം. ഈ സമയം ഇവര് സംസാരിക്കുന്ന കണ്ടുകൊണ്ട് സുമതി വരുന്നുണ്ട്. അവര് മാറി നിൽക്കുകയാണ്. സൂരജ് പറയും, വിജിലൻസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണോ കൈക്കൂലിയായിട്ട് നീ ഉണക്കമീൻ തന്നത്? മീനും അതൊരു പച്ചമീനെങ്കിലും ആവായിരുന്നു. എന്റെ ഹോൾഡ് എന്താന്ന് ഇന്നത്തോടെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എനിക്കെതിരെ ഒന്നിനും ഇറങ്ങി തിരിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് നല്ലത്. അതും പറഞ്ഞ് സൂരജ് പോകുമ്പോൾ സുമതി മാറി നിൽക്കും. മീനു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാനില്ലെങ്കിൽ കാണായിരുന്നു. നിരുപമയും ശിവരഞ്ജനിയും കൂടെ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പം ശിവരഞ്ജനിക്ക് കോള് വരും. മേഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ശിവരഞ്ജനി പറയും, അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത ആരെയും കയറ്റി വിടണ്ടാന്ന്. അവര് പറയും, മീനു എന്നാ പറഞ്ഞത്, മേഡത്തിനെ കണ്ടേ പോകുന്നു വാശി പിടിക്കുക. ശിവരഞ്ജനി പറയും, ശരി, കയറി വരാൻ പറ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, നീ കുറച്ചു നേരം നിന്റെ ക്യാബിനിൽ പോയി ഇരിക്കണം. നിരുപമയോട് പറയുമ്പം അവള് പോകാൻ തുടങ്ങുന്ന സമയം തന്നെ മീനു കയറി വരും. അവള് ദേഷ്യത്തോടെ നിരുപമയെ നോക്കുമ്പം നിരുപമ ചോദിക്കുന്നുണ്ട്, ഇതാണോ അമ്മ പറഞ്ഞ ഗസ്റ്റ്? നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്നത്? ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്, നിന്നെ ഇവിടെ ആർക്കും കാണണ്ട. അവള് പറയും, ഇത് പറയേണ്ടത് നീയല്ല, ദേ ഈ ഇരിക്കുന്ന ശിവരഞ്ജനി മേഡവാ. മേഡ അനുവാദം തന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിരുപമ പറയും, അമ്മയോടും അമ്മയുടെ സ്ഥാപനത്തിനോടും ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നാണയില്ലാതെ വീണ്ടും കയറി വന്നേക്കുന്നു. അമ്മയ്ക്ക് നിന്നെ കാണണ്ട, മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറയുക, ഔട്ട്, ഗെറ്റ് ഔട്ട്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് സെക്യൂരിറ്റിയെ വിളിച്ച് ഇറക്കി വിടേണ്ടി വരും. ശിവരഞ്ജനി പറയും, നിരുപമ, വന്നത് ശത്രു ആയാലും മിത്രമായാലും എന്നെ കാണാൻ വന്ന അതിഥികളെ ഇറക്കി വിടണ്ട. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ, നീ ചെല്ല്. നിരുപമ പറയും, ഇല്ല, ഞാൻ പോവില്ല. ഇവൾ എന്താ അമ്മയോട് പറയാൻ പോകുന്നതെന്ന് എനിക്കൂടി കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ശിവരഞ്ജനി ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ വന്നത് മേഡത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാനോ നിരുപമയോട് വഴക്കുണ്ടാക്കാനോ അല്ല, ഒരു സാധനം ഇവിടെ ഏൽപ്പിക്കാനാ. അതും പറഞ്ഞ ഒരു കവർ ശിവരഞ്ജന്റെ കയ്യിൽ കൊടുക്കും. ശിവരഞ്ജനി അത് തുറന്നു നോക്കുമ്പോൾ അതിൽ 500-ന്റെ നോട്ടുകെട്ടുകളാണ്. അതെടുക്കുന്ന കാണുമ്പോൾ നിരുപമയൊന്നും ഞെട്ടുന്നുണ്ട്. ശിവരഞ്ജനി ചോദിക്കും, ഈ പണം? മീനു പറയും, എല്ലാം ചെയ്ത ശേഷം ഒന്നും അറിയാത്ത പോലെ ഭാവിക്കരുത്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൈക്കൂലി കേസിൽ പെടുത്തി വിജിലൻസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പ്രതികാരം ചെയ്യാന്നുള്ള ഈ തീരുമാനം അതത്ര നല്ലതല്ല മേഡം. ആരെ കള്ളക്കേസിൽ കുടുക്കിയ കാര്യം നീ പറയുന്നത്? മീനു ചോദിക്കും, മേഡത്തിന് ഒന്നും അറിയില്ല അല്ലേ? സൂരജ് സാർ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തത് അയാളുടെ കർത്തവ്യമാണ്. എന്റെ സ്ഥാപനത്തിനെതിരെ സൂരജ് സാറ് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ തോന്നിയിട്ടില്ല. എന്താണെങ്കിലും സൂരജ് സാറിനോട് ഇങ്ങനെ കാണിച്ചത് വളരെ മോശമായിപ്പോയി, തറ വേലയായിപ്പോയി. ശിവരഞ്ജനി പറയും, എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ അപമാനിക്കുന്നോ? ഇവിടെ കയറി വന്ന് അനാവശ്യം പറഞ്ഞാൽ? മീനു പറയും, ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല, പറഞ്ഞത് മുഴുവൻ പച്ചയായ സത്യങ്ങളാ. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളും വേറൊരു സ്ത്രീയും കൂടി ചേർന്ന ഈ പണം സൂരജ് സാറിന്റെ വീട്ടിലെത്തിച്ചതും വിജിലൻസിൽ അറിയിച്ച് അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ചതും. ശിവരഞ്ജനി ദേഷ്യത്തോടെ നിരുപമയുടെ അടുത്ത് വന്നു ചോദിക്കും, ഈ കേട്ടതൊക്കെ സത്യമാണോ? ചോദിച്ചത് കേട്ടില്ലേ, ഇതെല്ലാം സത്യമാണോന്ന്? നിരുപമ നിന്ന് പതറും. അത് കണ്ട് ശിവരഞ്ജനി ദേഷ്യത്തോടെ അവളെ അടിക്കുന്നുണ്ട്.
എന്റെ മാനം കെടുത്താനുണ്ടായ മോളാണോ നീ? മീനു പറയും, ഇവളെ തല്ലിയതുകൊണ്ട് മാത്രം ചെയ്ത തെറ്റ് ഇല്ലാതായി തീരുന്നില്ല. ഇനിയെങ്കിലും മേഡം മോളെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ നോക്ക്. അതും പറഞ്ഞ് മീനു പോകുമ്പോൾ പുറകെ ദേഷ്യത്തോടെ നിരുപമയും കയറിപ്പോകും. ശിവരഞ്ജനി ആകെ സംശയത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് നിരുപമയും സുപ്രിയയും ഹർഷനും കൂടി സംസാരിക്കുന്നതാണ്. അവള് പറയുന്നുണ്ട്, ഈ റെയ്ഡ് പൊളിച്ചത് മീനുവാ, അവൾ ആ പണം എടുത്ത് മാറ്റിയത്. ഹർഷൻ പറയും, അവള് ബുദ്ധിപൂർവ്വ കളിച്ചത്, നമ്മളെ ഇതിന്റെ പിന്നിൽ നിന്ന് ശിവരഞ്ജനി ആന്റിയോട് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഞാനുള്ള കാര്യം ശിവേച്ചി അറിഞ്ഞോ? സുപ്രിയ ചോദിക്കുമ്പോൾ നിരുപമ പറയുന്നുണ്ട്, ഇതുവരെ ഇല്ല, സുപ്രിയയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ കുറ്റങ്ങളും എന്റെ തലയില്ല. പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമമില്ല. ആ മീനു അവളുടെ മുന്നിൽ വെച്ച അമ്മേനെ തല്ലിയത്, ഞാൻ അടികൊള്ളുന്നത് അവൾ നന്നായിട്ടങ്ങ് ആസ്വദിച്ചു. ഇതെല്ലാം കൂടി ഒരു ദിവസം തിരിച്ചു കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ചെയ്യണം, എണ്ണി എണ്ണി പ്രതികാരം ചെയ്യണം. ഹർഷൻ പറയുമ്പം സുപ്രിയ പറയുന്നുണ്ട്, അവസരം വരും ഹർഷ, അതിനുവേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. അവളെ കത്രിക പൂട്ടും നോക്കിക്കോ. നിരുപമയ്ക്കാണെങ്കിൽ മീനുവിനോടുള്ള ദേഷ്യം ആളിക്കത്താണ്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.